ഋഷഭം കാണിച്ചിട്ടില്ല സാറ്. ആ രീ കാണിച്ചിട്ടില്ല. പൂവായി അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്. കാര്യം ഈ മായാമളകാലത്ത് ചില സ്വരങ്ങളില്ലാതാണ് ചില ഫ്രേസൊക്കെ ചെയ്തേക്കുന്നത്. അത് അദ്ദേഹത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ സാക്ഷാൽ ഇളയരാജ എന്ന് പറയുന്ന ആ ഒരു മഹാനായ വ്യക്തിക്ക് മാത്രമേ ഇതൊക്കെ സാധിക്കത്തുള്ളൂ. അതെന്ത് കിട്ടിയാലും കേട്ടോ. ട്യൂൺസൊക്കെ ഉണ്ടാക്കുന്ന ഈ ചില ഫിലിംസ് കോമ്പസിഷൻ 5 പാട്ട് ആ 35 മിനിറ്റ് ചെയ്തിട്ടുണ്ട് കമ്പോസ് ചെയ്ത്. 35 മിനിറ്റ് അത് പാടി തീർക്കാൻ തന്നെ വേണം അത്ര സമയം. പിന്നെ തലേ വന്നിട്ട് പാടുക എന്ന് പറഞ്ഞാലേ ഒരു വല്ലാത്ത ജന്മമാണ് സാറ്. എൻ്റെ അടുത്ത് ഭരതേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അനശ്വരനായ നമ്മുടെ ലെജൻഡറി ഭരതേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ആവാരം പോകുന്നൊരു സിനിമ ഭരതേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നു. എനിക്ക് തകരയുടെ തമിഴ്. അപ്പോൾ എൻ്റെ അടുത്ത് എടാ ഞാൻ രാജാവിലൂടെ അങ്ങനെ ഒരുപാട് പടം ചെയ്തിട്ടില്ല, പക്ഷേ ഭയങ്കര കക്ഷിയാടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ ഭരതേട്ടാ? അല്ല ഞാൻ ഇദ്ദേഹത്തെ മദ്രാസിലെ കോവളത്ത് റൂമിൽ കൊണ്ടിരുത്തി സിറ്റുവേഷൻസെല്ലാം പറഞ്ഞു കൊടുത്ത് 6 പാട്ട് റെഡിയാക്കാനും 2-3 ദിവസം എടുക്കും എന്നുള്ള രീതിയിലാണ് പോയത്. അതിനുശേഷം ഭരതേട്ടൻ കേക്കനാർ മദ്രാസിലെ വീട്ടിലേക്ക് വന്ന് ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞ് ചെന്നപ്പോൾ 6 പാട്ടും റെഡി. ഞെട്ടിപ്പോയെന്ന് ഭരതേട്ടൻ. അസാമാന്യ മ്യൂസീഷ്യനാണെന്ന് പറഞ്ഞു. ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അല്ല അദ്ദേഹം പറയാണ്ട് തന്നെ നമുക്കറിയാം. പിന്നെ എന്നാൽ പോലും ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് പറയാം. ഭരതേട്ടൻ എന്നോട് നേരിട്ട് പറഞ്ഞ 6 പാട്ടൊക്കെ ചുമ്മാ പയർ പോലെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. തിരിച്ചു ചെല്ലുമ്പോൾ രസത്തിന് ഭയങ്കര അത് വേറെ പറഞ്ഞിട്ടൊന്നും കാര്യം ഒന്ന് പറയുന്നതിനപ്പുറത്താണ്. അതിനപ്പുറത്താണ് രാജാ സാർ. എന്തായാലും നമുക്ക് എനിക്ക് അദ്ദേഹത്തിനൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ തന്നെ എൻ്റെ ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. കാര്യം കുറേ പാട്ടുകൾ രാജാ സാറിന് 22 പാട്ടോളം പാടി. അപ്പോൾ അതൊരു സന്തോഷം മനസ്സിൽ. അതിൽ കൂടുതലൊന്നും